പ്രിയമുള്ളവരെ, നമസ്കാരം. നമ്മളിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് മാനത്തേക്കൊരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ 68ാം ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ 2 വർഷം മുൻപ് തുടങ്ങിയതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നക്ഷത്ര ഗണങ്ങളെ പറ്റിയാണ്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് 28ാമത്തെ നക്ഷത്രഗണമാണ്. ആ 28ാമത്തെ നക്ഷത്രഗണത്തിന്റെ പേര് ക്രൈറ്റർ എന്നാണ്. എന്ന് വെച്ചാൽ ചഷകം. മലയാളത്തിൽ ചഷകം എന്നാൽ എന്താണ്? മദ്യവിളം എന്ന കപ്പിനാണ് പറയുന്നത് മദ്യചഷകം. അപ്പൊ ഇന്ന് മദ്യചഷകത്തെ പറ്റിയുള്ള കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇത് ദക്ഷിണ ഖഗോളത്തിലെ വളരെ അപ്രധാനമായ ഒരു ചെറിയ ഗണമാണ്. പക്ഷേ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്ന ഓർമസ് അല്ലെങ്കിൽ അത്തക്കാക്ക എന്ന ഗണവുമായി ബന്ധമുണ്ട്. ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ ഈ 2 ഗണങ്ങളും ജലസർപ്പം അല്ലെങ്കിൽ ഹൈഡ്ര എന്ന ഗണത്തിന്റെ മുകളിലാണ്. ഗ്രീക്ക് പുരാണങ്ങളനുസരിച്ച് ഈ മദ്യചഷകം അപ്പോളോ ദേവന്റെ മദ്യചഷകമാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ദേവനാണല്ലോ അപ്പോളോ ദേവൻ. അദ്ദേഹത്തിന്റെ മദ്യചഷകമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവതരിപ്പിച്ച കോമസ് എന്ന അത്തക്കാക്ക അപ്പോളോ ദേവന്റെ പരിചാരകയാണ്. അങ്ങനെ നോക്കുമ്പോൾ രസകരമായ കഥകളൊക്കെ ഗണങ്ങളുടെ പേരിൽ നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ട് നോക്കുമല്ലോ. അപ്പൊ കഥകളിലേക്കും ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ ഗണം യഥാർത്ഥത്തിൽ ജലസർപ്പം എന്ന അധോലോക നായകൻ നിൽക്കുന്ന സ്ഥലത്തിന് കാവൽക്കാരായി നിൽക്കുന്നവരാണ് ഈ 2 ഗണം. ഓർവസും തൊട്ടടുത്തിരിക്കുന്ന മദ്യചഷകവും. അതിൽ ഈ നമ്മൾ ഇന്ന് പറയുന്ന ക്രൈറ്ററിനകത്തെ പ്രധാനപ്പെട്ട 5 നക്ഷത്രങ്ങളിൽ 5 നക്ഷത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആൽഫ ആയിരിക്കുമല്ലോ. എന്നാൽ ഈ ഗണത്തിൽ അങ്ങനെയല്ല. ഈ ഗണത്തിലെ ഡെൽറ്റയാണ് ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയമുണ്ടാവും, അതെങ്ങനെ അങ്ങനെ വന്നു? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ നക്ഷത്ര പട്ടിക ഉണ്ടാക്കിയ തുടക്കക്കാരൻ ജോഹാൻ ബെയർ എന്ന ഒരു വാനനിരീക്ഷകനായിരുന്നു 16ാം നൂറ്റാണ്ടിൽ. അദ്ദേഹം ആ കാലത്ത് നക്ഷത്ര പട്ടിക ഉണ്ടാക്കിയ സമയത്ത് 1541 നക്ഷത്രങ്ങളെ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ. കാരണം അന്നത്രേ കാണാൻ കഴിഞ്ഞു. അപ്പൊ ആ കാണാൻ കഴിഞ്ഞ നക്ഷത്രങ്ങളെ ഉൾപ്പെടുത്തി അദ്ദേഹം ഉണ്ടാക്കിയ പട്ടികയിൽ പിന്നീട് വന്ന ഫ്ലൻസ്റ്റീഡും ജോൺ എലക്ട് ബോർഡയും കൂടെ ചേർന്നാണ് പിന്നെ 31 നക്ഷത്രങ്ങൾ അതിനകത്ത് കൂട്ടിച്ചേർന്നത്. അങ്ങനെയാണ് ക്രമാനുഗതമായി പല കാലങ്ങളിലായി പല നക്ഷത്ര നിരീക്ഷകർ ആകാശത്തെ നോക്കി രേഖപ്പെടുത്തി വെച്ച നക്ഷത്രങ്ങളാണ് പിന്നെ 100 കണക്കിന് നക്ഷത്ര പട്ടികൾ ഉണ്ടാക്കേണ്ടി വന്നു. പക്ഷെ അത് പിന്നീട് സങ്കീർണമായി, പ്രയാസകരമായി, പഠിതാക്കൾക്ക് വാനനിരീക്ഷകർക്ക് പോലും പ്രയാസകരമായി തീർന്നു. കാരണം വിവിധ നക്ഷത്ര നിരീക്ഷകർ നോക്കിയെടുത്ത ആ കാന്തിമാനം, ഉപാകൃഷ്ണൻ തുടങ്ങിയാണല്ലോ കാന്തിമാനം നിർണ്ണയിക്കാൻ. കാന്തിമാനം വ്യത്യസ്തമായ കാന്തിമാനം പല ഗണങ്ങളിലും ആൽഫ നക്ഷത്രത്തിന് പകരം ഡെൽറ്റ പ്രകാശമുള്ളതായിരുന്നു, അതല്ലെങ്കിൽ ബീറ്റ പ്രകാശമുള്ളതായിരുന്നു. അങ്ങനെ അവസാനം 1930കളിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമി യൂണിയൻ
അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ ഈ പറയുന്ന ഗണങ്ങളെല്ലാം ഏകീകരിച്ച് പല പട്ടികയിൽ നിന്നുള്ള ഗണങ്ങളെയും നക്ഷത്രങ്ങളെയും ഏകീകരിച്ച് സ്റ്റാൻഡേർഡായിട്ട് 88 ഗണങ്ങളെ നിർമ്മിച്ചു. ചിലതെല്ലാം തള്ളിക്കളഞ്ഞു, ചിലതൊക്കെ കൂട്ടിച്ചേർത്തു. ഇങ്ങനെ 1930കളിൽ പ്രസിദ്ധ ബെൽജിയംകാരനായ ഒരു നക്ഷത്ര നിരീക്ഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഇതിന് ചോരപ്പെടുന്നത്. അദ്ദേഹം അത് സ്തുത്യർഹമായി നിർവഹിച്ചു. 88 നക്ഷത്രഗണങ്ങളെ പട്ടികപ്പെടുത്തി സ്റ്റാൻഡേർഡൈസ്. ഇതിൽ ചില പ്രശ്നങ്ങളുണ്ടായി. നേരത്തെ പറഞ്ഞ പോലെ ബെയർ ആദ്യം തുടങ്ങിയത് അൽഫ നക്ഷത്രത്തെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രമായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ മറ്റു പലരും അങ്ങനെയല്ലാതായിരുന്നു. കാരണം വ്യക്തിപരമായിട്ട് നേരിട്ട് നോക്കുമ്പോൾ ഉപകരണങ്ങളില്ലാത്ത കാലത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പലരും പല രീതിയിലാണ് നക്ഷത്രത്തിന്റെ പ്രകാശത്തെ മനസ്സിലാക്കിയത്. പിന്നെയാണല്ലോ ഉപകരണങ്ങൾ വന്ന് ബോളോമീറ്റർ മാതിരിയുള്ള ഉപകരണങ്ങൾ വന്ന് അതിനെ ശാസ്ത്രീയമായി അതിന്റെ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രത്യക്ഷ കാന്തിമാനം നിർണയിക്കപ്പെട്ടു. അങ്ങനെ ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ട ആ അപ്പാരന്റ് മാഗ്നിറ്റ്യൂഡിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പഴയ കാലത്തെ ചില നിർണയങ്ങളെ മാറ്റേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ചില ഗണങ്ങളിൽ അൽഫ നക്ഷത്രം ഏറ്റവും പ്രകാശമുള്ളതാകുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ അൽഫ നക്ഷത്രമല്ല, പകരം ഡെൽറ്റ നക്ഷത്രമാണ് ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം. വേറൊരുദാഹരണം എടുക്കാം. ഓറിയോൺ നക്ഷത്രഗണം, പ്രസിദ്ധമായ വേട്ടക്കാരൻ നക്ഷത്രഗണം. അതിൽ 2 പ്രധാന നക്ഷത്രങ്ങളുണ്ടാകാം. ഒന്ന് റിഗൽ, രണ്ടാമത്തെ ബെറ്റൽജീസ്. ഒന്ന് ഒരു ചുവപ്പോ ഭീമൻ റബ്ജൈറ്റ്, രണ്ടാമത്തെ ഒരു യങ് പുതിയ നക്ഷത്രം, യോഗ നക്ഷത്രം. വളരെ നീല നിറത്തിലുള്ള റിഗൽ. രണ്ടിന്റെയും കാന്തിമാനം ഒന്നാണ്. പക്ഷേ അവസാനമായി അൽഫ എന്ന പേര് കൊടുത്തത് നമ്മുടെ ബെറ്റൽജീസ് അല്ലെങ്കിൽ തിരുവാതിര എന്നറിയപ്പെട്ട ചുവപ്പ് ഭീമനായിരുന്നു. അപ്പൊ ഇങ്ങനെ ചില മാറ്റങ്ങളൊക്കെ 1930കളിൽ വേണ്ടി വന്നു. അതൊക്കെ വളരെ നിർണായകമായി. ഇപ്പോൾ അതൊക്കെ തന്നെ ജ്യോതിശാസ്ത്ര യൂണിയൻ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് പഠിതാക്കൾക്കും പല നിരീക്ഷകർക്കും സങ്കീർണമല്ലാതായിരിക്കുന്നു കാര്യം. അപ്പൊ ഇതാണ് നമ്മളെ 28ാം നക്ഷത്ര ഗണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചത്. നമുക്കിനി 29ലേക്ക് പോകണം. നമ്മുടെ കയ്യിൽ ഇനി 60 നക്ഷത്ര ഗണങ്ങൾ ബാക്കിയുണ്ട്. ഒന്നൊഴിയാതെ വിടാതെ കാണണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത്തരം ഒരു പരിപാടി എവിടെയെങ്കിലും ഉണ്ടോ എന്ന കാര്യം എനിക്കറിയില്ല. ഇന്ത്യയിൽ ഏതായാലും ഈ പരിപാടി ഉള്ള ഏക ഭാഷ മലയാളം ഭാഷയാണ്. മറ്റു ഭാഷകളിലും ഇത്തരം ഒരു പരിപാടി എല്ലാ നക്ഷത്രഗണങ്ങളെ പറ്റിയും വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി നടന്നിട്ടുണ്ടാവുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും പല ജ്യോതിശാസ്ത്ര പരിപാടികളുണ്ട് ഇന്നല്ല. പക്ഷേ തുടർച്ചയായി നക്ഷത്രഗണങ്ങളെ ഓരോന്നോരോന്നായി എടുത്തുകൊണ്ട് അവയിലുള്ള നക്ഷത്രങ്ങളെ പരിചയപ്പെടുത്തുകയും ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളെ, അതായത് വിദൂര വസ്തുക്കളെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഉണ്ടെങ്കിൽ ആരെങ്കിലും വിവരം അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മാനത്തേക്കൊരു കിളിവാതിൽ, ഭാഗം 68, നക്ഷത്രഗണം 28. ഗണത്തിൻ്റെ പേര് ക്രേറ്റർ, മലയാളത്തിൽ ചഷകം എന്ന് പറയും. ദക്ഷിണ ഖഗോളത്തിലെ വളരെ അപ്രധാനമായ ചെറിയ ഒരു നക്ഷത്രഗണമാണ് ലാറ്റിൻ ഭാഷയിൽ ക്രേറ്റർ എന്നും മലയാളത്തിൽ ചഷകം എന്നും അറിയപ്പെടുന്ന ഈ ഗണം. വലതുവശത്തെ അതിൻ്റെ ആകാശസ്ഥാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആകാശസ്ഥാനത്ത് ഇങ്ങനെ വരകളൊന്നും കാണൂല. അത് ആളുകൾക്ക് മനസ്സിലാകാനായിട്ട് അതിൻ്റെ രൂപം ആകാശ ഫോട്ടോയിൽ വരച്ചു വെച്ചതാണ്.
ഇതാണ് ക്രേറ്റർ ഈ കാണുന്നത്. ഏതാണ്ട് ഒരു കപ്പിൻ്റെ രൂപം. ചഷകം എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. മദ്യം വിളമ്പുന്ന പാത്രത്തിന് മദ്യചഷകം എന്നാണല്ലോ പറയാറ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത്. അതിൻ്റെ ഏകദേശ രൂപമാണ് ഈ ഗണത്തിനുള്ളത്. ടോളമിയുടെ അൽ മജസ്റ്റിയിലെ നക്ഷത്ര പട്ടികയിൽ ഈ ഗണമുണ്ട്. അതിനു മുമ്പ് തന്നെ ഗണം ഏതാണ്ട് BC 1100കളിൽ ബാബിലോണിയൻ നക്ഷത്ര പട്ടികയിൽ ജലസർപ്പം എന്ന ഗണത്തിൻ്റെ പുറത്ത് ഇതിനെ രേഖപ്പെടുത്തി കാണുന്നുണ്ട്. ഏതാണ്ട് 282 ചതുരശ്ര ഡിഗ്രി വലുപ്പമുള്ള ഒരു ചെറിയ ഗണം. ഡെക്ലിനേഷൻ -6.66 ഡിഗ്രിക്കും -25.19 ഡിഗ്രിക്കും റൈറ്റ് അസെൻഷൻ 10 മണിക്കൂർ 51 മിനിറ്റിനും 11 മണിക്കൂർ 56 മിനിറ്റിനും ഇടക്ക് വിർഗോ, പിന്നെ ലിയോ, സെക്സ്റ്റന്റ്, ഹൈഡ്ര, പിന്നെ കോർവസ് എന്നീ ഗണങ്ങളുടെ മധ്യത്തിലാണ് ക്രേറ്റർ ഉള്ളത്. അപ്പോൾ 1100 BCയിലെ ബാബിലോണിയൻ നക്ഷത്ര പട്ടികയനുസരിച്ച് കോർവസ് ഗണത്തെ അക്കാലത്ത് റാവൺ എന്നാണ് വിളിച്ചിരുന്നത്. അവരുടെ മുൾ അപ്പിൻ രേഖകളിൽ ഹൈഡ്ര എന്ന ജലസർപ്പത്തെ അധോലോകൻ നായകൻ നിങ്കിഷിഡിയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹൈഡ്ര എന്ന ജലസർപ്പം അധോലോക നായകനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന അർത്ഥം. ഇതാണ് അധോലോക നായകൻ. ഈ രണ്ട് ഗണങ്ങൾ, അതായത് ചഷകവും കോർവസും, അവ രണ്ടും അധോലോകത്തിലേക്കുള്ള കവാടത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് കരുതപ്പെടുന്നത്. അത് ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജോൺ എച്ച് റോജേഴ്സിൻ്റെ പഠനത്തിൻ്റെ ഫലമായി കിട്ടിയ വിവരമാണ്. ഗ്രീക്ക് പുരാണം അനുസരിച്ച് ഇവർ രണ്ടുപേരിൽ കോർവസ് അപ്പോളോ ദേവൻ്റെ പരിചാരികയാണത്രേ. അതായത് നമ്മുടെ ഈ ജലസർപ്പം, ഇത് ജലസർപ്പത്തിൻ്റെ മുകളിലുള്ള കോർവസ്, ഇത് ക്രേറ്റർ. ദേവൻ ദാഹജലം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു എന്നും ക്രേറ്ററും കോർവസും വെള്ളം കൊണ്ടുവരുന്ന വഴിയിൽ അത്തിപ്പഴം പഴുക്കാൻ കാത്തിരുന്ന് കോർവസ് ജലം ഹൈഡ്രസ് ക്രേറ്റർ സഹിതം അപഹരിക്കപ്പെട്ട കാര്യം ബോധിപ്പിച്ചപ്പോൾ കുപിതനായ ദേവൻ 3 പേരെയും ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു അത്രേ. അങ്ങനെയാണ് ഇവർ 3 പേരും ആകാശത്തെത്തിയത്. ചൈനീസ് ജ്യോതിശാസ്ത്രത്തിൽ ക്രേറ്ററും കോർവസും രണ്ടും തെക്കിൻ്റെ പക്ഷി, വെർമില്യൻ ബേർഡ് ഓഫ് സൗത്ത് എന്ന ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഗണത്തിലെ അൽഫ മുതൽ ലാംഡ വരെയുള്ള നക്ഷത്രങ്ങളെ ജോഹാൻ ഡെയറാണ് പട്ടികപ്പെടുത്തിയത്. അദ്ദേഹമാണല്ലോ ആദ്യകാലത്തെ നക്ഷത്രങ്ങൾ 1541 നക്ഷത്രങ്ങളുടെ പട്ടിക ആദ്യം ഉണ്ടാക്കിയ അദ്ദേഹമാണ്. ജോൺ എലർട്ട് ബോർഡയും ഫ്ലംസ്റ്റീഡും പിന്നീട് 31 നക്ഷത്രങ്ങളെ ചേർത്തു. 6.5 കാന്തിമാനം വരെയുള്ള 31 നക്ഷത്രങ്ങളെയാണ് ഒടുവിൽ ചേർത്തത്. വലതുവശത്ത് കാണിച്ചിരിക്കുന്നത് ജോൺ ഫ്ലംസ്റ്റീഡിൻ്റെ ചിത്രമാണ്. 3.6 കാന്തിമാനമുള്ള ഡെൽറ്റ ക്രൈറ്ററിസ് എന്ന നക്ഷത്രം ഈ ഗണത്തിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രമായി കരുതപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഗണത്തിലെ ആൽഫ ആയിരിക്കട്ടെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം? അതൊരു പൊതു നിയമം മാത്രമാണ്. കാരണം പല കാലങ്ങളിലായി ഈ നക്ഷത്ര നിരീക്ഷണം നടത്തിയിരിക്കുന്ന നക്ഷത്ര നിരീക്ഷകരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടാണ് ക്രാന്തിമാനം തീർച്ചപ്പെടുത്തിയത്. അതിപ്പോൾ എല്ലാവർക്കും പ്രകാശം ഒരേ മാതിൽ തോന്നിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം പല ഗണങ്ങളിലും ആൽഫ നക്ഷത്രത്തിന് പകരം ഡെൽറ്റയോ ബീറ്റയോ ഒക്കെ പ്രധാന നക്ഷത്രമാവുന്നത്. ഇത് നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഒറിയോൺ നക്ഷത്രഗണത്തിലെ റിഗലും അതേപോലെ തന്നെ
ബെറ്റൽജ്യൂസും തിരുവാതിരയും ഇത് രണ്ടും ഒരേ കാന്തിമാനമുള്ള നക്ഷത്രങ്ങളാണ്. ഒരാൾക്കത് മനസ്സിലാവും നോക്കിയാൽ. പക്ഷേ നിർഭാഗ്യവശാൽ ആ ആൽഫ എന്ന സ്ഥാനം പോയത് ബെറ്റൽജ്യൂസിനാണ്, റിഗലിനല്ല. ബെറ്റൽജ്യൂസ് ആകട്ടെ ഒരു ചുവന്ന ഭീമനുമാണ്. അതെന്തോ ആവട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണ സംഭവിക്കാറുണ്ട്. അതുകൊണ്ടായിരിക്കാം 1930കളിൽ ഇൻ്റർനാഷണൽ ആസ്ട്രോണമി യൂണിയൻ ചില തീരുമാനമെടുത്തത്. അതായത് അതുവരെ ഏത് രീതിയിലുള്ള കാന്തിമാനമാണോ പ്രത്യക്ഷ കാന്തിമാനമാണോ നക്ഷത്രങ്ങൾ കൊടുത്തിരുന്നത്, അവർക്ക് കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളുടെ പേര്, അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഡിസിഗ്നേഷൻ, അത് മാറ്റാൻ പാടില്ല എന്ന തീരുമാനം 1937 എടുത്തു. അതുകൊണ്ടാണ് പിന്നീട് ഇതൊന്നും മാറ്റാതിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ക്രേറ്ററിൽ ഒന്നാമത്തെ നക്ഷത്രം ആൽഫയായിരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. ആ ഒന്നാമത്തെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഡെൽറ്റക്കാണ്. ഈ കാണുന്ന ഡെൽറ്റക്ക്. ഈ ഡെൽറ്റ ഭൂമിയിൽ നിന്ന് 163 പ്രകാശവർഷം അകലെയാണ്. ഒരു ഓറഞ്ച് ഭീമനായ ഇത് KO3 വർഗത്തിൽപ്പെട്ടതാണ്. 1.4 ഇരട്ടി സൂര്യൻ്റെ ഭാരം ഇതിനുണ്ട്. സൂര്യൻ്റെ 22 ഇരട്ടി മടങ്ങ് വലുതാണ്. സൂര്യൻ്റെ 171.4 മടങ്ങ് പ്രകാശം പുറത്തേക്ക് വിടുമ്പോൾ ഉപരിതല താപനില 4408 K ആണ്. ഒന്നാം നക്ഷത്രം ഒരു നീലഭീമൻ നക്ഷത്രവും ബീറ്റയുടെ ഒരു വെള്ളക്കുള്ളിനും അടങ്ങുന്ന ബൈനറി ഇരട്ടയാണ് ബീറ്റ. ബീറ്റയാണിത്. ഇതാണ് ബീറ്റ. ബ്രീറ്റ ക്രൈറ്റോറിസ് എന്ന നക്ഷത്രം. ഒന്നാമൻ്റെ വർഗം A13യും രണ്ടാമൻ്റേത് DA1ഉമാണ്. ദൂരമാകട്ടെ 294 പ്രകാശവർഷം. ഇതിലെ രണ്ടാം നക്ഷത്രത്തെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിന് പോലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും വിദൂരമാണ്. ഗാമ ക്രൈറ്റോറിസ് എന്ന നക്ഷത്രം ഒരു അമേച്വർ ടെലിസ്കോപ്പ് കൊണ്ട് വേർതിരിച്ചാൻ അറിയാൻ കഴിയുന്ന ഒരു ഇരട്ടയാണ്. ഇതാണ് ഗാമ. ഇതിൻ്റെ പ്രൈമറി ഒരു മുഖ്യശ്രേണി നക്ഷത്രമാണ്. സെക്കൻഡറി ഒരു ഓറഞ്ച് കുള്ളനുമാണ്. ഈ നക്ഷത്രങ്ങളിൽ ഒന്ന് മറ്റൊന്നിനെ പരിക്രമണം ചെയ്യാനെടുക്കുന്ന കാലം 1150 പ്രകാശവർഷങ്ങളാണ്. ഇതിലേക്കുള്ള ദൂരം 85 പ്രകാശവർഷവും. പിന്നീടുള്ളത് സെറ്റാ ക്രൈറ്റോറിസ് ആണ്. സെറ്റാ ക്രൈറ്റോറിസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഡെൽറ്റ പറഞ്ഞു, ഗാമ പറഞ്ഞു, ബീറ്റ പറഞ്ഞു, ആൽഫയും പറഞ്ഞു. സെറ്റാ ക്രൈറ്റോറിസ് ആണിത്. സെറ്റാ ക്രൈറ്റോറിസ് ഒന്നിലധികം നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇവയിൽ പ്രധാന നക്ഷത്രം ഒരു ഭീമൻ G8 3 വർഗത്തിൽപ്പെട്ടതാണ്. ഈ നക്ഷത്രത്തിൻ്റെ കേന്ദ്രത്തിൽ ഹൈഡ്രജൻ തീർന്നു പോയതിനാൽ ഹീലിയം സംശ്ലേഷണം നടക്കുകയാണ്. അത് കാരണം ഇതൊരു ചുവപ്പ് ഗോളമായി കാണപ്പെടുന്നു. സൂര്യൻ്റെ 13 ഇരട്ടി വികസിച്ച് ഇത് സൂര്യനേക്കാൾ 157 ഇരട്ടി പ്രകാശം തരുന്നു. സെക്കൻഡറി 7.8 കാന്തിമാനത്തിലാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഉർസ മേജർ ഗണത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ആകാശത്തിൽ പതുക്കെ 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 നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇവയിലേക്കുള്ള ദൂരം 326 പ്രകാശവർഷമാണ്. ഈ ഗണത്തിലെ മറ്റ് നക്ഷത്രങ്ങളെല്ലാം തന്നെ അപ്രധാനമായവയാണ്. പിന്നീടുള്ളത് ഡീപ് സ്കൈ ഒബ്ജക്റ്റുകളാണ്. അതായത് വളരെ വിദൂരമായ വസ്തുക്കൾ. അതിൽ ആദ്യത്തേത് NGC 45 എന്ന കുള്ളൻ ഗാലക്സിയാണ്. ക്രേറ്റർ 2 എന്ന കുള്ളൻ ഗാലക്സി ക്ഷീരപഥത്തിൻ്റെ ഒരു ഉപഗാലക്സിയാണ്. അതായത് ഒരു സാറ്റലൈറ്റ് ഗാലക്സിയാണ്. നാസയുടെ ഗാലക്സി എന്ന ടെലിസ്കോപ്പാണ് ഇതിനെ കണ്ടെത്തിയത്. ഏതാണ്ട് 3,80,000 പ്രകാശവർഷം അകലെയാണ് ഇതുള്ളത്. ഇതൊരു
ഉപരിതല പ്രകാശം വളരെ കുറഞ്ഞ, അതായത് ലോ സർഫസ് ബ്രൈറ്റ്നസ് ഉള്ള ഗാലക്സിയാണ്. വളരെ സർഫസ് ബ്രൈറ്റ്നസ് കുറവാണ് ഇതിൻ്റെ. ഒട്ടുമിക്ക കുള്ളൻ ഗാലക്സികളിലും അവയുടെ ബാരിയോണിക് ദ്രവ്യം ന്യൂട്രൽ ഹൈഡ്രജനാണ്. ഇവയുടെ ദ്രവ്യത്തിൻ്റെ 95% നോൺ ബാരിയോണിക് ദ്രവ്യമാണ്. ബാരിയോണിക് അല്ലാത്ത ദ്രവ്യം എന്നർത്ഥം. പിന്നെ ഉള്ളത് NGC 3511 എന്ന മറ്റൊരു മധ്യവർത്തുള ഗാലക്സിയാണ്. 70,000 പ്രകാശവർഷം വലിപ്പമുള്ള ഇത് 45 ലക്ഷം ദൂരെയാണ്. 1756 ഡിസംബർ 21 വില്യം ഹെർഷൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇതിനെ കണ്ടെത്തിയത്. ബീറ്റ ക്രൈറ്റോറിസ് എന്ന നക്ഷത്രത്തിൽ നിന്നും 2 ഡിഗ്രി പടിഞ്ഞാറ് മാറിയാണ് ഇതിൻ്റെ കിടപ്പ്. ഇതിൻ്റെ മധ്യ ബൾജിൽ നിന്നും, അതായത് മധ്യ ബൾജ്, ഇതാണ് മധ്യ ബൾജ്, 2 ഭുജങ്ങൾ കാണപ്പെടുന്നു. ഒന്നിതും ഒന്നിതും ഇങ്ങനെ. മധ്യഭാഗത്ത് 2 കൂറ്റൻ തമോഗർത്തങ്ങൾ കാണപ്പെടുന്നുണ്ട്. IRS ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പും സ്പിറ്റ്സർ ടെലിസ്കോപ്പും എടുത്ത ചിത്രത്തിൽ ഈ ടൈപ്പ് 1 സെയ്ഫർട്ട് ഗാലക്സിയിൽ പോളിയോക്ലിനിക് അരോമാറ്റിക് ഹൈഡ്രജൻ്റെ വർണ്ണരാജി കണ്ടെത്തിയിട്ടുണ്ട്. NGC 4038 എന്ന ഈ ഗാലക്സി അതൊരു ഗ്രൂപ്പാണ്, ഗാലക്സിക് ഗ്രൂപ്പ്. കോർവസ് ഗാലക്സിക് ഗ്രൂപ്പ് എന്നും ഇതിനെ പറയും. അത് കോർവസിൽ മാത്രമല്ല, അടുത്തുള്ള ക്രേറ്ററിലും വ്യാപിച്ച് കിടക്കുകയാണ്. ക്രേറ്റർ എന്ന ഗണത്തിൽ 13 മുതൽ 27 വരെ ഗാലക്സിയുള്ള ഈ ഗ്രൂപ്പിൽ പെട്ടതാണ് NGC 3513, 3981, 3677, 3887 എന്നീ ഗാലക്സികൾ. അതിശക്തമായ ഊർജപ്രവാഹമുള്ള ഒരു ക്വാസാർ അടങ്ങുന്ന തമോഗർത്തമാണ് RJ 1131. വലതുവശത്ത് ചിത്രം കാണാം. മധ്യത്തിൽ അതിഭീമനായ ഒരു തമോഗർത്തമുണ്ട്, ഒരു ക്വാസാറുണ്ട്. തമോഗർത്തമാണിത്. അതിന് മധ്യത്തിൽ വലിയ ക്വാസാറുണ്ട്. സൂര്യനിൽ നിന്നും ഇത് ഏതാണ്ട് 600 കോടി പ്രകാശവർഷം അകലെയാണ്. ഈ തമോഗർത്തത്തിൻ്റെ ചുറ്റലിൻ്റെ വേഗത, അതായത് സ്പിന്നിങ്ങിൻ്റെ വേഗത അളക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെപ്പോസാക്സ് എന്ന എക്സ്റേ ടെലിസ്കോപ്പാണ് ഒരു ഗാമാറേ ബ്രസ്റ്റ് GRB 0.11-211 എന്ന GRB കണ്ടെത്തിയത്. ഈ ഗാമാറേ വിസ്ഫോടനം 2011 ഈ അടുത്ത കാലത്ത് ഡിസംബർ 11 കണ്ടെത്തിയത്. പ്രപഞ്ചത്തിൻ്റെ നാനാഭാഗത്തും ഗാമാറേ വിസ്ഫോടനങ്ങൾ സമയക്ലിപ്തതയില്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ നേരത്ത് മാത്രമേ ഈ വിസ്ഫോടനങ്ങൾ കാണപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവയെ രേഖപ്പെടുത്തൽ വളരെ ദുഷ്കരമാണ്. ഇവിടെ അവയുടെ ചിത്രമെടുക്കാത്തത് കാരണം ഗാമാറേ വിസ്ഫോടനത്തിൻ്റെ ഒരു ഏകദേശ കലാകാരൻ്റെ ഭാവനയിലുള്ള ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഗാമാറേ വിസ്ഫോടനം GRB 211 270 സെക്കൻഡ് നേരത്തേക്ക് നീണ്ടു നിന്നു. എന്ന് വെച്ചാൽ ഇതായിരുന്നു ഇതുവരെ കണ്ടെത്തിയ ഗാമാറേ വിസ്ഫോടനങ്ങൾ വളരെ നീണ്ടു നിന്ന വിസ്ഫോടനം. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഈ ഗാമാറേ വിസ്ഫോടനം. ഗാമാറേ വിസ്ഫോടനം ദിവസേനയെന്നോണം പ്രപഞ്ചത്തിൻ്റെ നാനാഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. ചിലതൊന്നും നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യ ഇവ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഗണത്തെ പറ്റിയുള്ള വിവരങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ഗണത്തെപ്പറ്റി നമുക്ക് ആകാശത്തെവിടെയാണ് ഈ ഗണമുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കോർവസ് എന്ന അല്ലെങ്കിൽ ക്രേറ്റർ എന്ന ഗണത്തിൻ്റെ, അതായത് കോർവസും ക്രേറ്ററും
ഈ രണ്ട് ഗണങ്ങളും ഹൈഡ്ര എന്ന ജലസർപ്പത്തിൻ്റെ മുകളിലാണ് ഉള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അവയുടെ ആകാശസ്ഥാനം മനസ്സിലാക്കിക്കാനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്രേറ്റർ. ഇതാണ് ക്രേറ്റർ. ഏതാണ്ട് മെയ് മാസം 7 മണിയോടുകൂടെ, ഇത് മെയ് മാസം 19, 7 മണിയോടുകൂടെ തെക്ക് കിഴക്കേ ആകാശത്ത്, തെക്ക് കിഴക്കിനും ഇടയ്ക്കുള്ള ആകാശത്ത് ഈ രണ്ട് ഗണങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ആകാശത്ത് ഈ ജലസർപ്പത്തിൻ്റെ മുകളിൽ ഉദിച്ചു വരും. അത് ക്രമേണ ഏതാണ്ട് തെക്ക് പടിഞ്ഞാറേ ആകാശത്ത് അസ്തമിക്കും. ഇവിടെ ഈ രണ്ട് രേഖകൾ കാണിച്ചത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് എക്ലിപ്റ്റിക് എന്ന ക്രാന്തി വൃത്തം, ഇതാണ് എക്ലിപ്റ്റിക്, മഞ്ഞ നിറത്തിൽ. മറ്റത് നീല നിറത്തിൽ കാണുന്നത് ഖഗോള മധ്യരേഖ, ഇക്വേറ്റർ. ഇപ്പോൾ ആ ഇക്വേറ്ററിൻ്റെ തെക്ക് ഭാഗത്തായിരിക്കുമല്ലോ ഈ ഗണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ദക്ഷിണാർദ്ധഗോളത്തിൽ ആണ് ഈ ഗണങ്ങൾ ഉള്ളതെന്നും അവ ജലസർപ്പം അല്ലെങ്കിൽ ഹൈഡ്ര എന്ന ജലസർപ്പത്തിൻ്റെ മുകളിലാണ് ഈ രണ്ട് ഗണങ്ങളും, അതായത് കോർവസ് എന്ന അത്തക്കാക്കയും ക്രേറ്റർ എന്ന ചഷകവും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് കാണിക്കാനാണ് ഈ സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ ക്രേറ്ററിനെ പറ്റിയാണല്ലോ മനസ്സിലാക്കേണ്ടത്. ക്രേറ്ററിലെ ഒന്ന് ഇതിനെ വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഇവയൊക്കെയാണ് നക്ഷത്രങ്ങൾ. പ്രധാന നക്ഷത്രങ്ങൾ 1, 2, 3, 4, പിന്നെ 5 ഇങ്ങനെയൊക്കെയാണ്. ബാക്കിയൊന്നും വലിയ നക്ഷത്രങ്ങളൊന്നുമില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനൊന്നും വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഓരോ നക്ഷത്രം ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആൽഫ ക്രൈറ്റോറിസ് ആണിത്. യഥാർത്ഥത്തിൽ ഈ ആൽഫ ക്രൈറ്റോറിസിൻ്റെ ഒരു പ്രശ്നം, ക്രൈറ്റോറിസ് അതായത് ചഷകം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതും മിക്കപ്പോഴും അത് ഹൈഡ്രയുടെ മുകളിലായിരിക്കും. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെൽറ്റ ക്രൈറ്റോറിസ് ആണ്. ഇതാണ് ഡെൽറ്റ. ഡെൽറ്റ ക്രൈറ്റോറിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തേത് ഇവിടെ കാണിച്ച ഗാമ ക്രൈറ്റോറിസ് ആണ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെയുള്ളത് സെറ്റാ ക്രൈറ്റോറിസ്. അങ്ങനെ സെറ്റാ ക്രൈറ്റോറിസ്, ഇതാണ് സെറ്റാ ക്രൈറ്റോറിസ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3-4 നക്ഷത്രങ്ങൾ, 1, 2, 3, 4, പിന്നെ ഇത് ബീറ്റ ക്രൈറ്റോറിസ്. ഇങ്ങനെ 4ഉം 1ഉം 5 നക്ഷത്രങ്ങളാണ് പ്രധാനമായും ഈ ക്രൈറ്റോറിസ് അല്ലെങ്കിൽ ക്രേറ്റർ അല്ലെങ്കിൽ ചഷകം എന്ന ഗണത്തിലുള്ളത്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഡീപ് സ്കൈ ഒബ്ജക്റ്റുകൾ വല്ലതുകൊണ്ടോ നോക്കാം നമുക്ക്. അതായത് ആഴത്തിൽ കാണാവുന്ന, നേരത്തെ 2-3 കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ ഒരു ചെറിയ സാധാരണ ടെലിസ്കോപ്പുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. കാരണം വളരെ ആഴത്തിലുള്ളവയാണവ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, NGC 38, 31, അതാണിത്. അതിനെ കാണാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ പക്ഷം. എങ്കിലും ഇതാണ് NGC 38, 31 എന്ന ഒരു ചെറിയ ഗാലക്സി. ഇനി രണ്ടാമത്തേത് ഇവിടെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് 37, 15. അതും ഒരു ഗാലക്സിയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനെ നോക്കുകയാണെങ്കിലോ ഇവിടെ 37, 15 ഗാലക്സിയാണ്. വളരെ മങ്ങിയ ഒരു ഗാലക്സി, വിദൂര ഗാലക്സിയാണ് ഈ കാണാം. അങ്ങനെ 2 ഗാലക്സികൾ. മറ്റുള്ളവയൊന്നും നമുക്ക് കാണാൻ കഴിയില്ലെന്നാണ്
ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിലേതെങ്കിലും വസ്തു കാണാൻ കഴിയുമെങ്കിൽ വളരെ ഡീപ് കെയാണ്, വളരെ ആഴത്തിലാണ് ഇവയൊക്കെ കിടക്കുന്നത്. ഇത് മറ്റൊരു ഗാലക്സിയാണ് 3667. ഇവയൊക്കെ തന്നെ, ഈ ഗാലക്സികളൊക്കെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു 13 മുതൽ 27 വരെ അടങ്ങുന്ന വലിയൊരു ഗാലക്സികളുടെ കൂട്ടം ഈ രണ്ട് ഗണത്തിലുമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്, ക്രേറ്ററിലും കോർവസിലും. അതുകൊണ്ടാണ് ഇവർക്ക് നമുക്ക് ഇതൊന്നും കാണാൻ കഴിയാത്തത്. വളരെ വിദൂരമാണ് ഇവ, കാണാൻ പ്രയാസമായിരിക്കും, എങ്കിലും ഇവിടെ കാണാം, വളരെ ഒരു പൊട്ടുപോയ നക്ഷത്രം പോലെ കാണാൻ കഴിയും, അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്രേറ്റോറിസ് അല്ലെങ്കിൽ ക്രേറ്റർ അല്ലെങ്കിൽ ചാഷകം എന്ന ഗണത്തിലെ വിദൂര വസ്തുക്കൾ അല്ലെങ്കിൽ ഡീപ്പ് സ്കൈ ഒബ്ജക്റ്റുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത് നമ്മൾ 29ാം ഭാഗത്തിലേക്ക് അടുത്ത നക്ഷത്രഗണത്തിന് വേണ്ടിയായി കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.